ഇന്ന് ശനിയാഴ്ചയാവും, സ്കൂളുകൾക്കെല്ലാം അവധിയാണല്ലോ. അപ്പോൾ ശകലം വിദ്യാഭ്യാസ കാര്യങ്ങളാവും. വിദ്യാഭ്യാസ രംഗത്ത് 3 മുന്നണിയുടെയും നേതാക്കൾ തമ്മിലുള്ള വാക്പോരാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഒരു വശത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, വേറൊരു സൈഡിൽ നമ്മുടെ BJPയുടെ ഗവർണർ അർലേക്കർ, വേറൊരിടത്ത് കോൺഗ്രസിൻ്റെ മുൻ മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല. തീർന്നില്ല, നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖ ദിവ്യൻ്റെ റിമാർക്കും കൂടെ ഉണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനെ പറ്റി. ആദ്യം നമുക്ക് അതിനകത്തോട്ടൊന്ന് കണ്ണ് ഓടിക്കാം ഇവരെന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ആദ്യം പറയുന്നത് നമ്മുടെ ഗവർണറാണ് പറയുന്നത്. ഗവർണർ പറയുന്നു, നമ്മുടെ സംസ്ഥാനത്ത് സാക്ഷരതയുണ്ട്, വിദ്യാഭ്യാസം ഇല്ല. മന്ത്രി ശിവൻകുട്ടി പറയുന്നു, ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അടുത്ത് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, ട്യൂഷൻ സെൻ്ററുകളുടെ എണ്ണം കുറയ്ക്കും, അല്ലെങ്കിൽ ഈ അക്ഷരമാല പഠിപ്പിക്കുന്നവരുടെ അടുത്ത് പണ്ടേ സഖാക്കൾക്ക് വിരോധമാണ്. ഉള്ള സ്കൂളുകളെല്ലാം പൂട്ടിക്കെട്ടി, ഉള്ള ട്യൂഷൻ സെൻ്ററുകളെല്ലാം പൂട്ടിക്കെട്ടി. ട്യൂഷൻ സെൻ്ററുകാരോട് സഖാക്കൾക്കുള്ള ആകെ വിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന തെറ്റുകൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറുമാർ തിരുത്തി കൊടുക്കും. മഹാപാതകമല്ലേ അവന്മാർ ചെയ്യുന്നത്? മെക്കാളയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അടിമകളെ സൃഷ്ടിക്കും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഞാനൊരു അടിമക്കമ്മിയൊന്നുമല്ല. കുട്ടികൾക്ക് കളിക്കാനും പത്രം വായിക്കാനും സമയം കിട്ടുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു രോദനമാണ്. കളിച്ചും പത്രം വായിച്ചും കൊടി പിടിച്ച് നടന്നിട്ട് നാട്ടാരെ കൊണ്ട് ഇല്ലാത്തതൊക്കെ പറയിപ്പിക്കുന്നത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ല എന്ന സർക്കാരിന്റെ ഉത്തരവ് പരിഗണിച്ച് ഈ വർഷത്തെ റിസൾട്ട് തയ്യാറാക്കി നന്നായിട്ട് അറിയായിരുന്നു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 27. ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ്. 9353. 9353. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ്. 9353. എത്ര? 9353. വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു വിഷമമുണ്ട്. രക്ഷിതാക്കൾക്ക് ട്യൂഷന് വിട്ടേ പറ്റൂ കുട്ടികളെ. ഈ പിള്ളേർ പഠിച്ച് രക്ഷപ്പെട്ടാൽ പിന്നെ ആര് കൊടി പിടിക്കുമെന്ന് ഇവർ വിചാരിച്ചിരിക്കുന്നേ? എൻട്രൻസ് കോച്ചിങ്